ത്രീ ടേസ്റ്റ് എന്ന് പറഞ്ഞ മാംഗോ ആണ് നമ്മുടെ നാട്ടില്. ത്രീ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിൽ അറിയപ്പെടുന്ന പേര്. അതിന്റെ ശരിക്കുള്ള പേര് ക്യൂസാം റോസ് ആണ് തായ്ലൻഡിലെ പേര്. ആ സാധനം കൊൽക്കത്തയിൽ ത്രീ ടേസ്റ്റ് ആണ്. അത് കേരളത്തിൽ എത്തുമ്പോൾ ജയന്റ് ഐവറി അല്ലെങ്കിൽ ഗ്രീൻ ഐവറി. ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. എത്ര പേര് ഇപ്പൊ ഒരേ സാധനത്തിന് തന്നെ വന്നു അതെ അതെ. അപ്പൊ ഇത്രയും ഒരു വെറൈറ്റിയുടെ കൂടി തന്നെ 5 ഒരുപാട്. ഇപ്പൊ നമ്മുടെ നാട്ടില് ക്യൂസാം റോഡ് എന്നൊരു മാങ്ങ കിട്ടുന്നുണ്ട്. ക്യൂസാം അതിനെ കുറിച്ചുള്ള ഒരു ഞാൻ പറയില്ല. അതിന്റെ ഇവിടെ നിലവിൽ നമ്മുടെ നാട്ടിൽ കാഴ്ചയിട്ടുള്ള ക്യൂസാം റോഡിന്റെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ്, പ്ലാൻസ്, നമ്മുടെ നാട്ടിൽ ക്യൂസാം റോഡ് എന്ന് പറഞ്ഞ വിൽക്കുന്ന വലിയ മാവിന്റെ ലീഫ്, ഇതെല്ലാം തായ്ലൻഡിലേക്ക് അയച്ച് വെരിഫൈ ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അത് നാംഡോക്കുമായി മുന്നാന്നാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ലീഫ് നീ നാംഡോക്കുമായി മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യൂസവായി പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള തായ്ലൻഡിന്റെ ഒരു മാങ്ങ നമ്മുടെ നാംഡോക്കുമായി ആയിട്ട് ക്രോസ് പോളിനേഷൻ സംഭവിച്ചുണ്ടായിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് പുളിപ്പ് കുറവാണ്. അതിന് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. തായ്ലൻഡിലൊക്കെ പോയിട്ടുള്ള ആളുകൾ പലപ്പോഴും പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു മാങ്ങയാണ് ക്യൂസവായി എന്നിട്ടുള്ള മാങ്ങ. അതിന്റെ ഒരു ക്രോസ് വേരിയന്റ് ആണ് ഈ നാംഡോക്കുമായി. അതാണ് നമ്മുടെ നാട്ടില് വിൽക്കുന്നത് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ നാട്ടില് നാംഡോക്കുമായി ഗോൾഡ്, ഗ്രീന്, പർപ്പിൾ, അങ്ങനെ സാധനം ആ നാട്ടിൽ ഉണ്ടായ നാട്ടിലില്ല. ഇല്ല. അവിടെ മുന്നേ സീത്തോങ് ഇങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് ഇത് അറിയാം. എന്താ സംഭവിക്കുന്നതാണ്, മിക്ക തായ് പേരുകളും ഈ ബംഗാളികൾക്ക് അവർക്കിത് പ്രൊനൗൺസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവര് ചാങ്ഡിയാങ് അത്തരം പേരുകളുണ്ടല്ലോ, സീത്തോങ്, പല പേരുകളും അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുണ്ട് ഒരു പേരുണ്ട് ഇതാണ്. നമ്മളിപ്പോ റെഡ് ഐവറിക്ക് അവര് വിളിക്കുന്ന പേര് വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരാണ് ചിയാങ്മായ്. ചിയാങ്മായ് എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് സിറ്റിയുടെ പേരാണ്. അവിടുന്ന് ചിലപ്പം കൊണ്ടുപോകുന്ന ഒരു പ്ലാന്റ് ആകാം, ചിലപ്പോൾ അവിടുന്ന് കൊണ്ടുപോകുന്ന സയണ ആകാം. അന്ന് മുതൽ അത് കൊൽക്കത്തയിലും അതിന്റെ പേര് ചിയാങ്മായ് എന്നാണ്. നമ്മള് റെഡ് ഐവറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്ക് അത് അറിയില്ല. അവരുടെ കയ്യിലുണ്ട് തന്നെ ഇല്ലാതെ വരെ അവര്, കാരണം അവർക്ക് ചിയാങ്മായ് എന്ന് അതിന്റെ പേര് അറിയുള്ളൂ. സത്യം. അത് നമ്മൾ മലയാളികളെ അപ്പടിയെ വിഴിഞ്ഞ് ഏറ്റെടുത്ത് അത് കൊട്ടി ഘോഷിച്ച് നടക്കുക. എങ്കിലും അത് ഒരു തിരുത്തലുകൾക്കൊരു സമയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ തന്നെ വളരെ ഇതായിട്ടുള്ള ഇതാണ് ബനാന മാംഗോ. ബനാന മാംഗോ നമ്മുടെ നാട്ടില് എത്ര പേരില് ബനാന മാംഗോ വിൽക്കുന്നുണ്ട്, എത്ര കളറിൽ വിൽക്കുന്നുണ്ട്. ബനാന മാംഗോ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് കാരണം ബനാന മാംഗോ എന്നുള്ള പേര് അതിന് സത്യത്തിൽ ഇല്ല. മഹാജനക് മാംഗോ എന്നാണ് അതിന്റെ പേര്. ബനാന മാംഗോ എന്നുള്ള പേര് വന്നിട്ടുള്ളത് ബംഗ്ലാദേശിലാണ്. അതിന്റെ ഷേപ്പ് കൊണ്ട്, ഈ ഷേപ്പ് കൊണ്ട് ബനാന മാംഗോ എന്നുള്ള ഒരു പേര് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാങ്ങകളുണ്ട് ബനാനയുടെ ഒരു ഷേപ്പുള്ള. ഈ ബനാന മാംഗോ തന്നെ നമ്മുടെ നാട്ടില് ബനാന യെല്ലോ, ബനാന അതുപോലെ തന്നെ ബനാന റെഡ്, ബനാന ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടാഗുകൾ അടിച്ചിട്ട് അത് ബനാന മാംഗോ എന്ന് വിൽക്കുന്നുണ്ട്. മഹാജനക് മാംഗോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ സൺസെറ്റ് മാംഗോയും തായ്ലൻഡ് വെറൈറ്റി നാങ്ക്ലായ മാംഗോ കൂടി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മാംഗോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മാംഗോ ആണ്. ഈ സൺസെറ്റ് മാംഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള ഒരു പാരന്റ് അതിലുണ്ട്. അപ്പം ഇത് നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരേ മാവിൽ തന്നെ വ്യത്യസ്ത കളറിലുള്ള മാംഗോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ വെറൈറ്റി ആയിട്ടുള്ള വനരാജൊക്കെ പലതിനായിട്ട് ക്രോസ് ചെയ്യുന്ന പോലെ. തീർച്ചയായിട്ടും കളറിംഗ് ഏജന്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മള് ഇർവിന്, പൾമറി, സെൻസേഷൻ, അത് പലരും ഇപ്പം എന്നെ പോലെ വേറെ ആളുകൾ കളറിന്റെ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് മഹാചാനോക്കിൽ തന്നെ ഇപ്പൊ ചില ഫ്ലോറിഡ മാംഗോ വെറൈറ്റി വീഡിയോസിലൊക്കെ ഓൾറെഡി റെഡ് ഷെയ്ഡ് ഉള്ളത് കാണാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കാഴ്ച പല വീഡിയോസിലൊക്കെ റെഡ് ഷെയ്ഡ് കാണാം. അപ്പൊ റെഡ്, യെല്ലോ അല്ലെങ്കിൽ പർപ്പിൾ എന്നുള്ള പേരുകൾ, ഓറഞ്ച് അങ്ങനത്തെ പേരുകളൊക്കെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ലോക്കലിനനുസരിച്ച് തീർച്ചയായിട്ടും അത് ചിലതൊക്കെ നമ്മുടെ നാട്ടിലെ നഴ്സറികൾ ചെയ്യുന്നതാണ്, ചിലത് കോൽക്കത്തയിൽ തന്നെ നടക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ ടാഗ്സിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങ ഉണ്ടല്ലോ, അതിന്റെ ടാഗ് തന്നെ ഇവർ പലപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഇവരിത് ഉപയോഗിക്കുക. അത് കണ്ടിട്ടാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ പോയത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നഴ്സറി ക്യൂജായ് അല്ലെങ്കിൽ സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മാംഗോ റെഡ് കളറിൽ ഏകദേശം ഒരു ബനാനയുടെ ഷേപ്പിൽ, റെഡ് അല്ല ആക്ച്വലി ഒരു ബീട്രൂട്ട് കളർ എന്ന് പറയാം, ആ കളറിലൊരു മാംഗോ ആയിട്ടാണ് അത് ഫോട്ടോ ആയിട്ടുള്ളത്. അതിന്റെ ഒരു ടാഗ് അടിച്ച് അത് ടാഗ് കണ്ടിരിക്കുന്ന ആരും
അത് പോയി മേടിച്ചു പോകും. ഇത് മിക്ക വെറൈറ്റികളും ഉത്ഭവിക്കുന്ന ഫോട്ടോഷോപ്പിലാണ്. ഫോട്ടോഷോപ്പിലാണ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലൊന്നും അല്ല.